കോവിഡിൽ പൊലിഞ്ഞ 4 ജീവിതങ്ങൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് വീട്ടുമുറ്റത്ത് നട്ടുപിടിച്ച മാവിനടുത്ത് അവർ വീണ്ടും ഒത്തുചേർന്നു. ന്യൂമാഹി 10-ാം വാർഡിൽ മാഹി പാലത്തിന് സമീപത്ത് റാബിയാസിലെ 3 സഹോദരിമാരും ഒരു സഹോദരിയുടെ ഭർത്താവുമാണ് 2021 ഏപ്രിൽ അവസാനമായിരുന്നു ഒരു കുടുംബത്തിലെ 4 പേർ 10 ദിവസത്തിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചത്. PKV ഫാസിലയുടെ ഇളയ സഹോദരി ആരിഫ, മൂത്ത സഹോദരി ഫൗസിയ, അവരുടെ ഭർത്താവ് പൊതുവാച്ചേരി ബഷീർ എന്നിവരാണ് മരണമടഞ്ഞത്. കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായവരിൽ മറ്റൊരു സഹോദരി താഹിറയും ആരിഫയുടെ ഭർത്താവ് ഇക്ബാലുമാണ് മരണത്തെ അതിജീവിച്ചത്. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും പരിസ്ഥിതി പ്രവർത്തകരും മരിച്ച സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ചേർന്ന് 2021 ജൂൺ 5 കമ്മ വീട്ടിൽ നടത്തിയ ചടങ്ങിൽ പൊതുജീവിതത്തിന്റെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതീകമായി തറവാട്ടിലെ കൊച്ചുമക്കളാണ് വീട്ടുമുറ്റത്ത് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചത്. രാമദാസ് കതിരൂർ, രാജ് നാരായണൻ, NV അജയ്കുമാർ, CK രാജലക്ഷ്മി, പള്ളിയൻ പ്രമോദ് എന്നിവരാണ് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാൻ അന്ന് നേതൃത്വം നൽകിയത്. മരിച്ച കുടുംബാംഗങ്ങളുടെ സ്മരണയ്ക്കായി നട്ടമാവിൽ ധാരാളം മാമ്പഴങ്ങളുണ്ടായി. ആ മാവിന് മുമ്പിലാണ് അവർ വീണ്ടും ഒത്തുചേർന്നത്. മുൻ സംഘത്തിലുണ്ടായിരുന്നവരും അസീസ് മാഹി, CV രാജൻ പെരിങ്ങാടി എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂമാഹി സഹൃദയ സാംസ്കാരിക വേദി പ്രവർത്തകരുമാണ് റാബിയാസിൽ എത്തിയത്. റമദാനിൽ മരണപ്പെടുന്നവരെ ആ മാസത്തിൽ തന്നെയാണ് സ്മരിക്കുക. കുടുംബാംഗങ്ങളായ PKV താഹിറ, റസിയ, അമീർ, PKV സാലിഹ് എന്നിവർ ചേർന്നാണ് അതിഥികളെ സ്വീകരിച്ചത്. മരണത്തിന്റെ ഇടപെടലുകളിൽ അന്ന് ഓരോ ആളുകളും ഞാൻ എപ്പോൾ മരിക്കും എന്നൊരു ചോദ്യമായി ജീവിച്ചൊരു കാലമാണ്. അതിനിടയിൽ ഈ കമ്മ വീട്ടിൽ 4 മരണം നടന്നപ്പോൾ നാട്ടുകാരെല്ലാവരും വല്ലാത്ത രീതിയിൽ വേദനിക്കുന്നൊരവസ്ഥയുണ്ടായി. ഞങ്ങളും എല്ലാവരും പല മേഖലയിലുള്ള ആളുകൾ ഈ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കരുതിയത് ഈ വീട്ടിലെ ഈ മരിച്ചുപോയ ആളുകളെ നമുക്ക് എപ്പോഴും ഓർക്കണം. അത് നമ്മൾ മറന്നാൽ ഈ വീട്ടുകാർ എപ്പോഴും ഓർക്കുമെങ്കിലും പ്രകൃതി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഞങ്ങളിവിടെ മാത്തൈ